എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇയർ എൻഡ് കഴിഞ്ഞു. 23-24 വർഷം സാമ്പത്തിക വർഷം തീർന്നിരിക്കുന്നു. അപ്പോൾ എല്ലാവരും 100 പണി 200 പണിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മുടെ കൂലിയൊക്കെ കറക്റ്റ് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ, ഇനി എത്ര പൈസ വരാൻ ബാക്കിയുണ്ട്, അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ജന്മരേഖ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ വീഡിയോ നോക്കുന്നത്. പിന്നെ ജന്മരേഖ ആപ്ലിക്കേഷൻ ഇനി ചിലപ്പോൾ വർക്കാവില്ല. അങ്ങനെയല്ല, ഈ വർഷം 23-24 വർഷത്തെ കണക്ക് കിട്ടില്ല. ഇനി 24-25 വർഷത്തെ കണക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ എത്ര പൈസ കിട്ടാൻ ബാക്കി, ഏത് മസ്റ്റോൾ നമ്പറാണ്, എത്ര പണിയൊക്കെ കണക്ക് നോട്ട് ബുക്കിൽ എഴുതി വെക്കണേ. അതിനുവേണ്ടിയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഒന്നുകൂടി നോക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ജന്മരേഖ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ജന്മരേഖ ആപ്ലിക്കേഷൻ ഇല്ലാത്തവരുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ആക്കണം. പ്ലേ സ്റ്റോറിൽ പോയി ജന്മരേഖ NREG അടിച്ചെങ്കിൽ ഇൻസ്റ്റാൾ ആയി വരും. ഇല്ല, ഫോണിൽ സേവ് ആക്കിയവർ ആപ്ലിക്കേഷൻ എടുക്കുക. ജന്മരേഖ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം പിന്നെ അതിൽ നോ വർക്കർ അറ്റൻഡൻസ് കാണിക്കും. ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അറ്റൻഡൻസ് ക്ലിക്ക് ചെയ്ത ശേഷം തോൽക്കാട് നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ആക്കണേ. KL വലിയ അക്ഷരമാണ് അടിക്കേണ്ടത്. K വലിയ അക്ഷരം, L വലിയ അക്ഷരം. പിന്നെ ഐഫൺ അടിക്കുമ്പോൾ നടുക്കത്തെ വരെയാണ് കൊടുക്കേണ്ടത്. താഴത്തെ വരെ അടിച്ചാൽ വരില്ല. അങ്ങനെ കുറേ ആൾക്കാർ ടൈപ്പ് ആക്കുമ്പോൾ തെറ്റുമ്പോഴാണ് നെറ്റ്വർക്ക് എറർ കാണിക്കുന്നത്. കറക്റ്റ് ടൈപ്പാക്കി നോക്കണേ. അതിന് ശേഷം സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ തോൽക്കാട് ഡീറ്റെയിൽസ് മുഴുവനായിട്ട് വരും. അവരുടെ പേര് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെല്ലാം ഫസ്റ്റ് മുകളിൽ എത്ര ദിവസം പണിയെടുത്ത് 100 ഡേയ്സ് വർക്ക് ഇടുന്ന് കാണിക്കും. ഈ ഫൈനാൻഷ്യൽ ഇയർ ഉണ്ട് 23-24 വർഷം 100 ഡേയ്സ് വർക്ക് ഇടുന്ന് കൃത്യമായിട്ട് കാണിക്കും. അതിന് ശേഷം പേയ്മെൻറ്റിൽ പോവുക. ആ പേയ്മെൻറ്റിൽ പോയിട്ട് ഓരോരോ വർക്കിൻ്റെ പേരുണ്ട്. നമ്മൾ വർക്ക് ചെയ്ത എല്ലാ വർക്കിൻ്റെ പേരുണ്ട്. ആ വർക്കിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണിക്കും മസ്റ്റോൾ നമ്പർ, എത്ര പണിയെടുത്തത്, കൂലി എത്ര, ഏത് ബാങ്കിൽ, പച്ച മഷിയിൽ കാണിക്കുന്നത്. ഇന്ന് ഡേറ്റിന് നമ്മളെ അക്കൗണ്ടിലേക്ക് പൈസ പോയി. 9/4 ഏപ്രിൽ മാസം 9 പൈസ പോയിട്ടുണ്ട്. ചുവന്ന മഷിയിൽ കാണിച്ചത് ആ പൈസ അക്കൗണ്ടിൽ പോകാൻ പെൻഡിങ് ഉണ്ട്. അത് പോകണത്രേ, ഫണ്ട് വരണത്രേ. അപ്പോൾ ഏത് വർക്കിൻ്റെ പൈസ നമുക്ക് കിട്ടാൻ ബാക്കി നോക്കിക്കോ. പിന്നെ 511-232 വർക്ക് കോഡിൽ 30-856 മസ്റ്റോൾ നമ്പർ അത് എഴുതി വെക്കുക. അതിന് ശേഷം അറ്റൻഡൻസിൽ പോവാം. അറ്റൻഡൻസിൽ പോയിട്ട് ആ വ്യക്തിയുടെ പേരിൻ്റെ മുകളിൽ ടിക്ക് ചെയ്യുമ്പോൾ ആ വർക്കിന് നോക്കാം. 511-232 മുകളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ആ മസ്റ്റോൾ നമ്പർ തുറക്കും. അറ്റൻഡൻസിൽ നോക്കും. ക്ലിക്ക് ചെയ്യുമ്പോൾ 30-856 വരാത്തത്. അത് നോക്കിക്കേ. 8/2/2024 പണിയെടുത്ത് 8-ാം തീയതി പണിയെടുത്തതിൻ്റെ പൈസ, 8 മുതൽ 12 വരെ പണിയെടുത്തതിൻ്റെ പൈസ വന്നിട്ടില്ല. അതാണ് നോക്കേണ്ടത്. താഴത്തെ 30-854 പൈസ വന്നു. അത് 7-ാം തീയതി ഒരു പണിയെടുത്ത പൈസയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്തുള്ള പൈസ, ബാക്കിയുള്ള പൈസ വരാം. അപ്പം ഫെബ്രുവരി മാസം ഫസ്റ്റ് വീക്ക് പണിയെടുത്തവരെല്ലാവരുടെ പൈസയും 9-ാം തീയതി വന്നിട്ടുണ്ട്. അതിന് ശേഷമുള്ളവരെ പൈസയാണ് പെൻഡിങ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടാൻ നമുക്ക് എത്ര ബാക്കി. ഞാൻ എല്ലാ മസ്റ്റോൾ നമ്പറും, മസ്റ്റോളല്ല വർക്കിൻ്റെ പേരിൻ്റെ മുകളിലേക്ക് ക്ലിക്ക് ചെയ്ത് നോക്കുക. പൈസ വന്നിനോ നോക്കുക. പച്ചമഷിയിൽ വന്നിനോ നോക്കണേ. അങ്ങനെ പേയ്മെൻറ്റിൽ പോകണം. പേയ്മെൻറ്റിൽ പോയിട്ടാണ് ചെയ്യേണ്ടത്. ഓരോരോ വർക്ക് എടുക്കുക, ടിക്ക് കൊടുക്കുക. പച്ചമഷി വന്നിനോ ചുവന്ന മഷി വന്നത് മാത്രം നിങ്ങൾ എഴുതി വെക്കുക. മസ്റ്റോൾ നമ്പറും എത്ര ഡേയ്സാണ് പണിയെടുത്തത് ക്ലിക്ക് നോക്കി വെക്കുക. ഇതെല്ലാം പച്ചമഷിയിൽ വന്നിട്ടുണ്ട്. ഓരോരോ വർക്കും കൃത്യമായിട്ട് നോക്കാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മറ്റുള്ള ആർക്കും ഈ വീഡിയോ കാണിച്ചെങ്കിൽ അവർ കറക്റ്റ് പറഞ്ഞു തരും. കുറേ ആൾക്കാരുണ്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് പൈസ വന്നിട്ട് നല്ല പരാതികളുണ്ട്. അപ്പോൾ നമുക്കത് പരിഹരിക്കാൻ പറ്റിയില്ല. MMS ഇഷ്യൂസിന് കാരണം കുറേ ആൾ അറ്റൻഡൻസിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി കൂടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം വന്നിട്ട് 6 മാസത്തോളം 32-19 ഇതെല്ലാം മാർച്ച് മാസം പണിയെടുത്തതാണ്. മാർച്ച് മാസം പണിയെടുത്തതൊന്നും പൈസ വന്നിട്ട് വരാൻ ബാക്കി. റെസ്പോൺസ് എവൈറ്റഡ് ഫ്രം PFS ബാങ്കാണ് പൈസ വരാത്തത് കാണിക്കുന്നത്. അതുകൂടാതെ വേറൊരു എളുപ്പ വഴിയും കൂടിയുണ്ട്. ഇപ്പോൾ ഈ വ്യക്തി 100 പണിയാണ് എടുത്തത്. 100 പണിക്ക് നമുക്ക് 333 വെച്ചെങ്കിൽ 33,300 രൂപ ആ വ്യക്തിക്ക് കിട്ടണം. അപ്പോൾ ഇതിൽ എത്ര പൈസ കിട്ടിയിട്ടെന്ന് കാണിക്കുന്നുണ്ട്. പേയ്മെൻറ്റിൽ പോയെങ്കിൽ ടോട്ടൽ എത്ര പൈസ കിട്ടിയിട്ടെന്ന് നോക്കാൻ പറ്റും. ഇപ്പോൾ ഈ വ്യക്തിക്ക് 27,236 രൂപയെന്ന് തോന്നുന്നു ഇത്ര പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 33,300 രൂപ കുറക്കണം 27,232. അപ്പോൾ എത്ര 5,000 സംതിങ് പൈസ കിട്ടും. ആ പൈസേനെ 5,000 സംതിങ് പൈസേനെ 333 രൂപനെ കൊണ്ട് ഹരിക്കണം. അപ്പോഴെത്രയാണ് കിട്ടും. അപ്പോൾ ഞാൻ ഹരിച്ച് നോക്കിനി. അപ്പോൾ 17 പണിയുടെ പൈസയാണ് ഇവർക്ക് പെൻഡിങ് ഉള്ളത്.
അപ്പോൾ നിങ്ങൾ ചുവന്ന മഷിയിൽ വന്നത് 17 അറ്റൻഡൻസ് നോക്കുക, അതും കൂടി ഇതും കൂടി ടാലി ആണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളെ കണക്കൊക്കെ കറക്റ്റ്. പിന്നെ തോൽക്കാട് നോക്കുക, തോൽക്കാട് എത്ര പണിയാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു പേയ്മെൻറ്റ് ഡേറ്റ് ഉണ്ട്. ആ തോൽക്കാടിൽ ഫ്രണ്ട് പേജിൽ എപ്പോഴാണ് പൈസ വന്നത്, അപ്പോൾ അതിലേക്കുള്ള ഡേറ്റ് എല്ലാം എഴുതി വെക്കാം ഇപ്പോഴേ. അപ്പോൾ കിട്ടാത്തത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതുകൂടാതെ ആധാറുണ്ട്, ആധാർ എല്ലാവരും ചെയ്ത് വെക്കണേ. ചെയ്ത് വെച്ചിട്ട് പിന്നെ പണിയാവും. ഇതിൽ പച്ച മഷിയുടെ ചുവന്ന ടിക്കാക്കിയിട്ടൊന്ന് കറക്റ്റ് നോക്കണേ. ഇല്ലാത്തവരെ ഒന്ന് പഞ്ചായത്തുമായി ബന്ധപ്പെടാൻ വേണ്ടി പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.